നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളുടെ കല്യാണ എന്റെ മോനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. ശരി അമ്മ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കാം. അമ്മ പോയി താലിയെടുത്ത് വയ്ക്കേ. ശരി. ഓടുന്ന ഓട്ടത്തില് ഡിമ്മെന്നൊരു സൗണ്ട് കേട്ടാ അപ്പ തീർന്നു. വണ്ടി ഇന്നല്ല സ്റ്റാർട്ടാവുന്നില്ല. പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുന്നേ പണി കിട്ടിയെന്നാ തോന്നുന്നത്. സമാധാനമായല്ലേ? ചേച്ചി ഓട്ടോ കംപ്ലൈന്റ് ആയി, ഇറങ്ങിക്കോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും വണ്ടി വരും ചേച്ചി, കൈയാണിച്ച് കേറി പോവാൻ നോക്ക്. അയ്യോ അയ്യോ മോനെ, അത് ശരിയാവില്ല. മോനെ നിന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വണ്ടി ഇന്ന് സ്റ്റാർട്ടാവുന്നു തോന്നണില്ല. ദൈവമേ, വിളപ്പുറത്തമ്മേ പരീക്ഷിക്കരുതേ. എന്റെ കുഞ്ഞിന്റെ കല്യാണം. മോനെ, ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. എന്റെ മോളുടെ കല്യാണ മുഹൂർത്തം അടുക്കുക എന്ന് പറഞ്ഞ ഓട്ടോ സ്റ്റാർട്ട് ആവൂ? നിങ്ങൾ പോയാലും ഇല്ലെങ്കിലും പെണ്ണും ചെറുക്കനുണ്ടെങ്കിൽ കല്യാണം നടന്നിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ താമസിക്കുന്നതിനൊക്കെ ഒരു ഡിമാൻഡ് അല്ലേ? വണ്ടിയും പണിയായി. ഇറങ്ങിക്കോ ചേച്ചി. അയ്യോ ചേച്ചി, ചേച്ചി ഇതുവരെ ഓടിന്റെ പൈസ തന്നില്ല. 50 രൂപയായി. അയ്യോ, അമ്മ എനിക്ക് എന്താ ഇവിടെ? ഇന്ന് മോളുടെ കല്യാണല്ലേ? കല്യാണമായിട്ട് ഇവിടെ നിൽക്കുകയാണോ? മോനെ, ദൈവമായിട്ട് നിന്നെ ഇവിടെ ഇപ്പൊ എത്തിച്ചത്. ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വന്നതാ. ഓട്ടോ കേടായി. അമ്മ കേറ്. ഞാനും അമ്മയുടെ മോളുടെ കല്യാണം കൂടാനായിട്ട് വരുന്ന വഴിയാ. കേറിക്കോ. പെട്ടെന്ന് വിടുമോനെ, താലി എന്റെ കയ്യിലിരിക്കുക. കൊള്ളാം. അമ്മ പിടിച്ചിരുന്നു. അമ്മയുടെ മോളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് എനിക്ക് വേറൊരു കല്യാണത്തിന് കൂടി പങ്കെടുക്കണം. അയ്യോ, അതൊക്കെ അയക്കും. പക്ഷേ സദ്യ ഞങ്ങളുടെ അവിടുന്ന് കഴിക്കണം. അതൊക്കെ ഏറ്റു. എന്നാ അമ്മ നന്നായിട്ട് പിടിച്ചിരുന്നു. ജെറ്റ് വേഗത്തിൽ അമ്മയെ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തി. ശരി. മോനെ, ഇത് കരുണാകരക്കുറുപ്പ് സാറ്. നമസ്കാരം. അറിയാം. ഈ കേരളത്തിലെ കരുണാകരക്കുറുപ്പ് സാറിന് അറിയാത്തവരെ ആണോ ഉള്ളത്? 15 കൊല്ലം തുടർച്ചയായിട്ട് MLA ആയിട്ടിരുന്ന ആളല്ലേ? അയ്യോ, അത് ശരിയാണ്. പക്ഷെ ഞങ്ങളുമായിട്ട് മറ്റൊരു റിലേഷൻ കൂടിയുണ്ട്. അതും അറിയാം. നമ്മുടെ മനോജ് അളിയന്റെ അമ്മായിയച്ഛൻ. ആഹാ, അപ്പോ കുടുംബചരിത്രം മുഴുവൻ പഠിച്ചിട്ടാ നിൽക്കുന്നതല്ലേ? ആ, അപ്പോ കുറുപ്പ് സാറേ, വിക്രമിനെ പരിചയപ്പെടുത്താം. വിക്രം കെ മേനോൻ, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമ. ദേശത്തും വിദേശത്തുമായി 34 ബ്രാഞ്ചസ്. എല്ലാം പോസിറ്റീവ് റിവ്യൂസ് മാത്രം. എന്താ ശരിയല്ലേ? അപ്പോ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്ന കാര്യത്തില് എനിക്ക് റോളൊന്നും ഇല്ലെന്നർത്ഥം അല്ലേ? അതെ, രാഷ്ട്രീയക്കാരനല്ലേ? വീട്ടു നമ്പർ മാത്രമല്ല, റേഷൻ കാർഡിന്റെ നമ്പർ വരെ അറിഞ്ഞെങ്കിലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. ടോപ്പ് റേറ്റിംഗിലുള്ള വിക്രമിന്റെ കമ്പനി ലോക പ്രശസ്തമല്ലേ? താങ്ക് യു സർ. വിക്രമിന് ബന്ധുക്കളായിട്ട് ആരുമില്ല.
അതുകൊണ്ട് അറിയാം മാധവൻ നായരെ, കാര്യങ്ങളെല്ലാം ചന്ദ്രിക അമ്മ അവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കല്യാണം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമല്ലേടൂ. വിക്രമിനെ ഞാൻ എന്റെ മകനായി തന്നെ കണ്ട് ഈ ചടങ്ങ് ഗംഭീരമായി തന്നെ നടത്തും. പോരെ? മതി. അതെ, കല്യാണം മാത്രമല്ല, ഇനി അങ്ങോട്ട് ബിസിനസ് പരമായ എന്ത് കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായ എന്ത് സഹായം വേണമെങ്കിലും ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ട്. കൂടെ ഉണ്ട് മോനെ. ഓക്കെ സാർ, താങ്ക് യു. ആ എന്താ പോരെ? ഇനി അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കുറുപ്പ് സാറിന് എന്തെങ്കിലും സഹായം വേണ്ടി വന്ന ഒരു മകനെന്ന അവകാശത്തോടെ എന്നോടും ചോദിക്കാം. എന്താ പോരെ? കൊള്ളാം കൊള്ളാം, ഒരു ഗിവ് ആൻഡ് ടേക്കൺ ലൈനാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. വാമോനെ, അകത്തേക്ക് പോവാം. അമ്മയോട് എത്തിക്കാനുള്ള ധൃതിയില് ഞാൻ ഗിഫ്റ്റിന്റെ കാര്യം മറന്നു. ഞാൻ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഇവിടെ ആർക്കും ഗിഫ്റ്റ് ഒന്നും വേണ്ട. മനസ്സിലായി. മോന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. മുങ്ങാനുള്ള പരിപാടിയല്ലേ? അല്ലമ്മേ, ഒരു ഗിഫ്റ്റ്. മോൻ മണ്ഡപത്തിലേക്ക് വന്നത് തന്നെയാ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇനി പ്രത്യേകിച്ചൊരു ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പോണ്ട. എന്റെ കൂടെ വാ, ഒന്നും ആലോചിക്കണ്ട. വരാം. അമ്മ അകത്തേക്ക് പൊയ്ക്കോ. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഉടനെ വന്നേക്കാം. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ? എന്റെ മോളുടെ കല്യാണ. എന്റെ മോനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. ശരി അമ്മേ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കാം. അമ്മ പോയി താലി എടുത്ത് വയ്ക്കേ. ശരി. ഹലോ. നീ ഞങ്ങളെ അനുസരിക്കാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾ ബോസിനെ വിളിച്ചിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.